നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാപ്രവചനം 38-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. കൽദയരുടെ അടുക്കൽ ചെന്ന് ചേരുന്നവനോ ജീവനോടിരിക്കും. അവന്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. അവൻ ജീവനോടിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ നഗരം നിശ്ചയമായി ബാബേൽ രാജാവിന്റെ സൈന്യത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവൻ അതിനെ പിടിക്കും എന്നും യിരെമ്യാവ് സകല ജനത്തോടും പ്രസ്താവിച്ച വചനങ്ങളെ മത്താന്റെ മകനായ ശെഫത്യാവും പശൂരിന്റെ മകനായ ഗലദ്യാവും ശെലെമ്യാവിന്റെ മകനായ യൂഖലും മൽക്കിയാവിന്റെ മകനായ പശൂരും കേട്ടിട്ട് പ്രഭുക്കന്മാർ രാജാവിനോട്, ഈ മനുഷ്യൻ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന പടയാളികൾക്കും സർവ്വജനത്തിനും ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞ് ധൈര്യക്ഷയം വരുത്തുന്നതുകൊണ്ട് അവനെ കൊന്നുകളയണമേ. ഈ മനുഷ്യൻ ഈ ജനത്തിന് നന്മയല്ല തിന്മയത്രേ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു. സിദെക്കീയാ രാജാവ്, ഇതാ അവൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു. നിങ്ങൾക്ക് വിരോധമായി ഒന്നും ചെയ്യാൻ രാജാവിന് കഴിവില്ല എന്ന് പറഞ്ഞു. അവർ യിരെമ്യാവെ പിടിച്ച് കാവൽപ്പുരമുറ്റത്ത് രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിലിറക്കി. കയറുകൊണ്ടായിരുന്നു അവർ യിരെമ്യാവെ ഇറക്കിയത്. കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. യിരെമ്യാവ് ചെളിയിൽ താണു. അവർ യിരെമ്യാവെ കുഴിയിൽ ഇട്ടുകളഞ്ഞു എന്ന് കാരാഗൃഹത്തിലുണ്ടായിരുന്ന കൂശ്യനായ ഏബേദ് മേലേക്ക് എന്ന ഷണ്ണൻ കേട്ടു. അന്ന് രാജാവ് ബെന്യാമീൻ വാതിക്കൽ ഇരിക്കുകയായിരുന്നു. ഏബേദ് മേലേക്ക് രാജഗൃഹത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് സംസാരിച്ചു. യജമാനായ രാജാവേ, ഈ മനുഷ്യർ യിരെമ്യാ പ്രവാചകനോട് ചെയ്തതൊക്കെയും അന്യായമത്രേ. അവർ അവനെ കുഴിയിൽ ഇട്ടുകളഞ്ഞു. നഗരത്തിൽ അപ്പമില്ലായകയാൽ അവൻ അവിടെ പട്ടിണി കിടന്ന് ചാകയുള്ളൂ എന്ന് പറഞ്ഞു. രാജാവ് കൂശ്യനായ ഏബേദ് മേലേക്കിനോട്, നീ ഇവിടെ നിന്ന് 30 ആളുകളെ കൂട്ടിക്കൊണ്ടു ചെന്ന് യിരെമ്യാ പ്രവാചകൻ മരിക്കും മുമ്പേ അവനെ കുഴിയിൽ നിന്ന് കയറ്റിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഏബേദ് മേലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ട് രാജഗൃഹത്തിൽ ഭണ്ഡാരമുറിക്ക് കീഴെ ചെന്ന് അവിടെ നിന്ന് പഴന്തുണിയും കീറ്റത്തുണി കണ്ടങ്ങളും എടുത്ത് കുഴിയിൽ യിരെമ്യാവിന് കയറുവഴി ഇറക്കിക്കൊടുത്തു. കൂശ്യനായ ഏബേദ് മേലേക്ക് യിരെമ്യാവിനോട്, ഈ പഴന്തുണിയും കീറത്തുണി കണ്ടങ്ങളും നിന്റെ കക്ഷങ്ങളിൽ വെച്ച് അതിനു പുറമെ കയറിട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. യിരെമ്യാവ് അങ്ങനെ ചെയ്തു. അവർ യിരെമ്യാവെ കയറുകൊണ്ട് കുഴിയിൽ നിന്ന് വലിച്ച് കയറ്റി. യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് പാർത്തു. അതിന്റെ ശേഷം സിദെക്കീയാ രാജാവ് ആളയച്ച് യിരെമ്യാ പ്രവാചകനെ യഹോവയുടെ ആലയത്തിലെ 3-ാം പ്രവേശനത്തിങ്കൽ തന്റെ അടുക്കൽ വരുത്തി. രാജാവ് യിരെമ്യാവോട്, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കുന്നു, എന്നോടൊന്നും മറച്ചു വെക്കരുത് എന്ന് കൽപ്പിച്ചു. അതിന് യിരെമ്യാവ് സിദെക്കീയാവോട്, ഞാനത് ബോധിപ്പിച്ചാൽ എന്നെ കൊല്ലുകയില്ലയോ? ഞാൻ ഒരു ആലോചന പറഞ്ഞു തന്നാൽ എൻ്റെ വാക്ക് കേൾക്കയില്ലല്ലോ എന്ന് പറഞ്ഞു. സിദെക്കീയാവ് രാജാവ്, ഈ പ്രാണനെ സൃഷ്ടിച്ച് തന്ന യഹോവയാണ്, ഞാൻ നിന്നെ കൊല്ലുകയില്ല. നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന ഈ മനുഷ്യരുടെ കയ്യിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയുമില്ല എന്ന് യിരെമ്യാവോട് രഹസ്യമായി സത്യം ചെയ്തു. എന്നാറെ യിരെമ്യാവ് സിദെക്കീയാവോട്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പുറത്തു ചെന്നാൽ നിനക്ക് പ്രാണരക്ഷയുണ്ടാകും. ഈ നഗരത്തെ തീ വെച്ച് ചുട്ടുകളകയില്ല. നീയും നിന്റെ ഗ്രഹവും ജീവനോടെ ഇരിക്കും. നീ ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പുറത്തു ചെല്ലാഞ്ഞാലോ ഈ നഗരം കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അതിന് തീ വെച്ച് ചുട്ടുകളയും. നീ അവരുടെ കയ്യിൽ നിന്ന് തെറ്റി ഒഴുകുകയുമില്ല എന്ന് പറഞ്ഞു. സിദെക്കീയാ രാജാവ് യിരെമ്യാവിനോട്, കൽദയർ എന്നെ അവരുടെ പക്ഷം ചേർന്നിരിക്കുന്ന യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ എന്നെ അപമാനിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അതിന് യിരെമ്യാവ് പറഞ്ഞത്, അവർ നിന്നെ ഏൽപ്പിക്കുകയില്ല. ഞാൻ ബോധിപ്പിക്കുന്ന യഹോവയുടെ വചനം കേൾക്കണമേ, എന്നാൽ നിനക്ക് നന്നായിരിക്കും. നിനക്ക് പ്രാണരക്ഷയുണ്ടാകും. പുറത്തു ചെല്ലുവാൻ നിനക്ക് മനസ്സില്ലെങ്കിലോ യഹോവ വെളിപ്പെടുത്തി തന്ന അരുളപ്പാടാവിത്, യഹൂദരാജാവിന്റെ അരമനയിൽ ശേഷിച്ചിരിക്കുന്ന സകല സ്ത്രീകളും പുറത്തു ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പോകേണ്ടി വരും. നിന്റെ ചങ്ങാതിമാർ നിന്നെ വശീകരിച്ച് തോൽപ്പിച്ച് നിന്റെ കാൽ ചെളിയിൽ താണപ്പോൾ പിന്മാറിക്കളഞ്ഞു എന്ന് അവർ പറയും. നിന്റെ സകല ഭാര്യമാരെയും മക്കളെയും പുറത്ത് കൽദയരുടെ അടുക്കൽ കൊണ്ടുപോകും. നീയും അവരുടെ കയ്യിൽ
നിന്നൊഴിഞ്ഞു പോകാതെ ബാബേൽ രാജാവിന്റെ കയ്യിൽ അകപ്പെടും. ഈ നഗരത്തെ തീവച്ച് ചുട്ടുകളയുന്നതിന് നീ ഹേതുവാകും. സിദെക്കീയാവ് യിരെമ്യാവോട് പറഞ്ഞത്, ഈ കാര്യം ആരും അറിയരുത്, എന്നാൽ നീ മരിക്കയില്ല. ഞാൻ നിന്നോട് സംസാരിച്ച പ്രകാരം പ്രഭുക്കന്മാർ കേട്ടിട്ട് നിന്റെ അടുക്കൽ വന്ന് നീ രാജാവിനോട് എന്ത് സംസാരിച്ചു ഞങ്ങളോട് പറക. ഒന്നും മറച്ചു വയ്ക്കരുത്. ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല. രാജാവ് നിന്നോട് എന്ത് സംസാരിച്ചു എന്നിങ്ങനെ ചോദിച്ചാൽ നീ അവരോട്, യോനാഥാന്റെ വീട്ടിൽ കിടന്ന് മരിക്കാതെ ഇരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടെ അയക്കരുത് എന്ന് ഞാൻ രാജസന്നിധിയെ സങ്കടം ബോധിപ്പിക്കുകയായിരുന്നു എന്ന് പറയണം. സകല പ്രഭുക്കന്മാര് യിരെമ്യാവിന്റെ അടുക്കൽ വന്ന് അവനോട് ചോദിച്ചാറെ അവൻ രാജാവ് കൽപ്പിച്ച ഈ വാക്കുപോലെയൊക്കെ അവരോട് പറഞ്ഞു. അങ്ങനെ കാര്യം വെളിവാകാതിരുന്നത് കൊണ്ട് അവർ ഒന്നും മിണ്ടാതെ അവനെ വിട്ടുപോയി. യെരൂശലേം പിടിച്ച നാൾ വരെ യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് പാർത്തു. യെരൂശലേം പിടിച്ചപ്പോഴും അവൻ അവിടെ തന്നെ ആയിരുന്നു. സിദെക്കീയാ രാജാവിന്റെ അനുകമ്പം കൊണ്ട് യിരെമ്യാവ് പ്രഭുക്കന്മാരുടെ കുണ്ടറയിൽ നിന്ന് മോചിതനായി കാവൽപ്പുരമുറ്റത്ത് കഴിഞ്ഞിരുന്ന കാലത്ത് മുമ്പ് ചെയ്തതുപോലെ യെരൂശലേം കൽദേയരാൽ നശിപ്പിക്കപ്പെടും മുമ്പേ കൽദേയരുടെ കാൽക്കൽ വീഴുന്നവർക്ക് രക്ഷയുണ്ടാകുമെന്ന് ജനത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. കുറെ പ്രഭുക്കന്മാർ ഇതറിഞ്ഞ് യിരെമ്യാവ് ജനത്തിന്റെ ധൈര്യം ക്ഷയിപ്പിക്കുകയും കൽദേയരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനാൽ രാജ്യദ്രോഹ കുറ്റം ചെയ്യുകയും ചെയ്യുന്നതിനാൽ കൊന്നുകളയണം എന്ന് രാജാവിനോട് അറിയിച്ചു. അവർ യിരെമ്യാവിനെ ഒരു ചെളി നിറഞ്ഞ കുഴിയിൽ കയറിലിറക്കി ഭക്ഷണം നൽകിയുമില്ല. ഇതറിഞ്ഞ രാജധാനിയിലെ ഷണ്ഡന്മാരിൽ ഭക്തനായ ഏബേദ് മേലേക്ക് യിരെമ്യാവെ രക്ഷിക്കാനായി രാജാവിനോട് അപേക്ഷിച്ചു. 30 പേരെ കൂട്ടിക്കൊണ്ടു എന്ന് രക്ഷപ്പെടുത്താൻ രാജാവ് ഉത്തരമിട്ടു. അവർ യിരെമ്യാവെ കരയിൽ വലിച്ചു കയറ്റി വീണ്ടും കാവൽപ്പുരമുറ്റത്താക്കി. സിദെക്കീയാ രാജാവ് യിരെമ്യാവെ രഹസ്യമായി ദേവാലയത്തിലെ 3-ാം പ്രവേശനത്തിങ്കൽ വരുത്തി ദൈവ അരുളപ്പാടാൻ പുറത്തു ചെന്ന്, ബാബേൽ രാജാവിന് കീഴ്പ്പെട്ടാൽ പട്ടണത്തിന് രക്ഷയുണ്ടാകും, നിനക്കും രക്ഷയുണ്ടാകും, അല്ലെങ്കിൽ നീ നിന്റെ മക്കളും സ്ത്രീകളും പിടിക്കപ്പെടും എന്ന പഴയ പല്ലവി തന്നെ യിരെമ്യാവ് ആവർത്തിച്ചു. പ്രഭുക്കളെ പേടിച്ച സിദെക്കീയാവ് ബുദ്ധിപൂർവ്വം പുറത്ത് പോയില്ല. യിരെമ്യാവ് പറഞ്ഞത് സത്യമെന്ന് അറിഞ്ഞിട്ടും ഭീരുത്വ നിമിത്തം പട്ടണത്തിൽ ഒളിച്ചു പാർത്തു. തന്മൂലം മുഴുവൻ പട്ടണക്കാരുടെയും ദോഷത്തിന് അയാൾ കാരണക്കാരനായി. ശിക്ഷയ്ക്കായി നരകത്തിൽ ആദ്യം പേര് വിളിക്കുന്നത് ഭീരുക്കളേതാണ്. വെളിപ്പാട് ദിവസം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി, തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്ക്ക് അത്ര ഈ തീപ്പൊയ്ക്ക് 2-ാമത്തെ മരണം. ആദ്യം പേര് വിളിക്കുന്നത് ഭീരുക്കളെയാണ്. കാരണം ദൈവരോട് സംസാരിച്ചു, ദൈവദാസന്മാർ സംസാരിച്ചു, വചനത്തിലൂടെ അവർ വായിച്ചറിഞ്ഞു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, എന്നിട്ടും അവര് കർത്താവിനെ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ആദ്യം ഭീരുക്കളെ വിളിക്കുന്നത്. യേശു പറഞ്ഞു, ശരീരത്തെ കൊല്ലുന്നവരെ പേടിക്കണ്ട, ശരീരത്തെ ആത്മാവിനെ കൊല്ലുന്ന ദൈവത്തെ എന്നെയാണ് നിങ്ങൾ പേടിക്കേണ്ടതെന്ന് യേശു പറഞ്ഞിരുന്നു. പക്ഷേ ആ ദൈവത്തെ ഭയപ്പെടാതെ മനുഷ്യനെ പേടിച്ച് മനുഷ്യനെ ബഹുമാനിച്ച് അവരെന്ത് ചെയ്തു? സത്യത്തെ കുഴിച്ചു മൂടി. തീർച്ചയായിട്ടും അവരെയാണ് ആദ്യം വിളിക്കുന്നത്. യേശു പറഞ്ഞിരുന്നു, അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും. യേശു പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് അടുത്ത ശിക്ഷ ഉണ്ടാകും. കാരണം നിങ്ങളിത് അറിഞ്ഞവരാണ്. നിങ്ങൾ കേൾക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. നിങ്ങളിത് കേട്ടു, നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾക്ക് ബോധ്യമായി. നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ ശിക്ഷ കഠിനമായിരിക്കും എന്ന് യേശു പറഞ്ഞു. ഇവിടെ സിദെക്കീയാവിനെ ദാവീദിന്റെ മകനായ യോനാഥാനോട് വേണേൽ ഉപമിക്കാം. കാരണം ദാവീദ് രാജാവാകുമെന്നും തൻ്റെ അപ്പം നശിക്കുമെന്നും ഒക്കെ ദൈവം അവനെ അറിയിച്ചതാണ്. അവനത് ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടും അവൻ കൊട്ടാരസുഖം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ശൗലിനോട് കൂടെ ഗിൽബോവ പർവ്വതത്തിൽ അവൻ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ അനുസരിക്കാനുള്ള വലിയ ഭാഗ്യം നമുക്കുണ്ടായല്ലോ. നമ്മുടെ സുഹൃത്തുക്കളെ, സ്നേഹിതരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവര് ഈ സത്യം അറിയട്ടെ, അറിഞ്ഞനുസരിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.